ഏകദിന ലോകകപ്പ് ഫൈനലിലെ തോൽവി ഒരു ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകനെ സംബന്ധിച്ചിടത്തോളം ഒരു തീരാ നൊമ്പരമാണ്. ലോകകപ്പിൽ ഉടനീളം ഒരു കളി പോലും തോൽക്കാതെ മുന്നേറിയ രോഹിത് ശർമ്മയുടെയും സംഘത്തിന്റെയും സ്വപ്നങ്ങൾ ഓസ്ട്രേലിയക്ക് മുന്നിൽ അവസാനിച്ചു. ഇന്ത്യയുടെ തോൽവിക്ക് കാരണം ബാറ്റിംഗ് നിരയുടെ മോശം പ്രകടനമാണെന്ന് പലരും വിശ്വസിക്കുന്നുമുണ്ട്. ഫൈനലിലെ സ്ലോ ഇന്നിംഗ്സിന്റെ പേരിൽ KL രാഹുൽ വലിയ വിമർശനങ്ങൾ നേരിടുകയും ചെയ്തു. എന്നാൽ രാഹുൽ മാത്രമല്ല, സൂപ്പർ താരം വിരാട് കോഹ്ലിയും ഫൈനലിലെ തോൽവിക്ക് കാരണക്കാരനാണെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അന്നത്തെ ഇന്ത്യൻ കോച്ചായിരുന്ന രാഹുൽ ദ്രാവിഡിന്റെ നിർദ്ദേശങ്ങളെ കോഹ്ലി ധിക്കരിച്ചുവെന്നാണ് ഈ വിവരങ്ങൾ പറയുന്നത്. മുതിർന്ന മാധ്യമ പ്രവർത്തകനായ രോഹിത് ജുഗ്ലാനാണ് ഇത് സംബന്ധിച്ച വെളിപ്പെടുത്തലുകൾ നടത്തിയത്. ഫൈനൽ മത്സരത്തിൽ ഇന്ത്യയുടെ ഇന്നിംഗ്സ് മധ്യനിരയിലായിരുന്നപ്പോൾ ടീമിന്റെ ബാറ്റിംഗിന്റെ വേഗത കുറഞ്ഞതുകൊണ്ട് രാഹുൽ ദ്രാവിഡ് അതൃപ്തനായിരുന്നു. തുടർന്ന് ബാറ്റിംഗിന്റെ വേഗത വർദ്ധിപ്പിക്കണമെന്ന് അദ്ദേഹം ഒരു സന്ദേശത്തിലൂടെ കോഹ്ലിയെയും KL രാഹുലിനെയും അറിയിച്ചു. നമ്മുടെ സ്കോറിംഗ് വേഗത കുറവാണ്, കുറച്ചുകൂടി വേഗത്തിൽ റൺസ് നേടാൻ ശ്രമിക്കണം. ഇതായിരുന്നു ദ്രാവിഡിന്റെ സന്ദേശം. ഈ സന്ദേശം കേട്ടപ്പോൾ KL രാഹുൽ പ്രതികരിച്ചില്ല. എന്നാൽ വിരാട് കോഹ്ലി ഇതിനോട് ശക്തമായി പ്രതികരിച്ചു. എങ്ങനെ കളിക്കണമെന്ന് ഞങ്ങളോട് പറയണ്ട, എന്താണ് ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്ക് നന്നായി അറിയാം എന്ന് കോഹ്ലി ദേഷ്യത്തോടെ മറുപടി നൽകി. കോഹ്ലിയുടെ മറുപടി ഡ്രസ്സിംഗ് റൂമിൽ വലിയ രീതിയിലുള്ള പിരിമുറുക്കത്തിന് കാരണമായെന്നും ജുഗ്ലാൻ പറയുന്നു. ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റിംഗിന് ഇറങ്ങിയ ഇന്ത്യക്ക് നിശ്ചിത ഓവറിൽ 240 റൺസ് മാത്രമേ നേടാൻ സാധിച്ചുള്ളൂ. നായകൻ രോഹിത് ശർമ്മ തുടക്കത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നുവെങ്കിലും അദ്ദേഹത്തിന്റെ പുറത്താകലോടെ ഇന്ത്യൻ ഇന്നിംഗ്സിന്റെ വേഗത കുറയുകയായിരുന്നു. 11ാം ഓവറിൽ 3 വിക്കറ്റ് നഷ്ടപ്പെട്ട് 81 റൺസ് എന്ന നിലയിലായിരുന്നു ഇന്ത്യ. അപ്പോൾ ഗ്രീസിലുണ്ടായിരുന്നത് വിരാട് കോഹ്ലിയും KL രാഹുലുമായിരുന്നു. കോഹ്ലിയും രാഹുലും ചേർന്ന് 4ാം വിക്കറ്റിൽ 66 റൺസിന്റെ കൂട്ടുകെട്ടുണ്ടാക്കി. ഈ കൂട്ടുകെട്ടാണ് ഇന്ത്യൻ സ്കോർ 240 എത്തിക്കാൻ സഹായിച്ചതും. എന്നാൽ ഈ കൂട്ടുകെട്ട് ഏറെ സമയമെടുത്താണ് റൺസ് നേടിയത്. 109 പന്തിൽ നിന്നാണ് ഇവർ 66 റൺസ് നേടിയത്. ഇവർ ഇരുവരും ചേർന്ന് നേടിയത് വെറും 2 ഫോറുകൾ മാത്രമായിരുന്നു. 63 പന്തിൽ 4 ഫോറുകളും അടക്കം 54 റൺസാണ് കോഹ്ലി നേടിയത്. രാഹുൽ 107 പന്തിൽ 1 ഫോർ അടക്കം 66 റൺസ് നേടി ടോപ്പ് സ്കോററായി. ഈ സ്ലോ ഇന്നിംഗ്സ് കാരണം ഓസ്ട്രേലിയൻ ബൗളർമാർക്ക് കാര്യങ്ങൾ എളുപ്പമായി. ഇന്ത്യയുടെ സ്കോറിംഗ് നിരന്തരം നിയന്ത്രിക്കാനും അവർക്ക് സാധിച്ചു. ചെറിയ വിജയലക്ഷ്യമായ 241 റൺസ് ഓസ്ട്രേലിയ 43 ഓവറിൽ 4 വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ മറികടന്നു. ഡ്രാവിസ് ഹെഡിന്റെ തകർപ്പൻ സെഞ്ചുറിയും മാർണസ് ലബൂഷയുടെ അർദ്ധ സെഞ്ചുറിയും അവരുടെ വിജയം എളുപ്പമാക്കി. ഈ വെളിപ്പെടുത്തലുകൾ ഇന്ത്യൻ ആരാധകർക്കിടയിൽ വീണ്ടും വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. വിരാട് കോഹ്ലിയെ പോലെ ഒരു സീനിയർ താരത്തിൽ നിന്നും ഇങ്ങനെ ഒരു പെരുമാറ്റം ഉണ്ടായത് ശരിയല്ലെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്. എന്നാൽ ആ സമയത്ത് വിരാട് കോഹ്ലി വളരെ സമ്മർദ്ദത്തിലായിരിക്കാമെന്നും കളിയിലെ സാഹചര്യം വിലയിരുത്തിയിട്ടായിരിക്കാം കോഹ്ലി കളിച്ചതെന്നും വാദിക്കുന്നവരുമുണ്ട്. കളിയുടെ പകുതിയിൽ ഇന്ത്യ 100 റൺസിന് 3 വിക്കറ്റ് എന്ന നിലയിൽ പരുങ്ങുകയായിരുന്നു. അപ്പോൾ അങ്ങേയറ്റം ശ്രദ്ധയോടെ കളിക്കുക എന്നതായിരുന്നു ഏക വഴി. ദ്രാവിഡിന്റെ നിർദ്ദേശം അപകട സാധ്യതയുള്ളതായിരുന്നെങ്കിൽ കോഹ്ലി അത് തള്ളിക്കളഞ്ഞതിൽ തെറ്റില്ലെന്നും ചിലർ വാദിക്കുന്നു. എന്നാൽ മറ്റൊരു കൂട്ടം ആളുകളുടെ അഭിപ്രായം വേഗത്തിൽ റൺസ് നേടാനായില്ലെങ്കിൽ അത് ഇന്ത്യയുടെ തോൽവിക്ക് കാരണമാകുമെന്ന് കോഹ്ലിക്കും രാഹുലിനും അറിയാമായിരുന്നിട്ടും അവർ ആ നിർദ്ദേശങ്ങളെ അവഗണിച്ചുവെന്നാണ്. ടൂർണമെന്റിൽ ഇന്ത്യ കളിച്ച എല്ലാ മത്സരങ്ങളിലും ആക്രമണാത്മകമായ ക്രിക്കറ്റ് കാഴ്ചവെച്ചാണ് വിജയിച്ചത്. എന്നാൽ ഫൈനലിൽ കോഹ്ലിയും രാഹുലും ആ സമീപനം ഉപേക്ഷിച്ച് ശ്രദ്ധയോടെ ഇന്നിംഗ്സ് കളിച്ചു. അത് ടീമിന്റെ പരാജയത്തിലേക്കും നയിച്ചു. കോച്ചും താരങ്ങളും തമ്മിലുള്ള ആശയവിനിമയത്തിലെ പോരായ്മയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇത്തരം പ്രതിസന്ധി ഘട്ടങ്ങളിൽ താരങ്ങൾ കോച്ചിന്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കണോ വേണ്ടേ എന്നത് ഒരു ചോദ്യമായി അവശേഷിക്കുന്നുമുണ്ട്.